ഇന്ന് ഞാൻ 2 സിനിമ കാണാൻ പ്ലാൻ ഇട്ടു. ഒന്ന് അനാക്കോണ്ട കണ്ടു കഴിഞ്ഞിട്ട് ലുലുവിൽ തന്നെ ഹാല് കാണണം എന്നുണ്ടായി. കറക്റ്റ് ടൈമിംഗ് ആണ്. അടുത്ത ഷോ ഈ അനാക്കോണ്ടയായിരുന്നു എൻ്റെ പ്ലാനിൽ ഫസ്റ്റ് ഷോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ഹാല് തുടങ്ങും. അപ്പം അങ്ങനെ കാണാമെന്ന് വിചാരിച്ചതാണ്. അനാക്കോണ്ട കണ്ടു കഴിഞ്ഞതും ഒരു പരുവായി, ഒരു മതിയായി എന്ന് തോന്നി. അടുത്ത സിനിമ കാണാനുള്ളൊരു ത്രാണിയില്ല അപ്പാ. ചിലപ്പോൾ മൂടങ്ങ് പോയി. ചിലപ്പോൾ ഹാല് കാണുമ്പോൾ മേ ബി സിനിമ ഇഷ്ടപ്പെടാം, പക്ഷെ അത് കാണാൻ തോന്നുന്നുണ്ട് രണ്ടാമതൊരു വാച്ച് എനിക്കൊരു സിനിമ. അനാക്കോണ്ട അങ്ങനെ ഞാൻ കണ്ടു, 4DX കണ്ടു. ഞാൻ 4DX ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ടതാണ്. കാരണം ഫിലിം ഈ അഡ്വഞ്ചർ കാറ്റഗറിയിൽ പെടുന്നത് കൊണ്ട് 4DXന് പൊതുവെ അഡ്വഞ്ചർ കാറ്റഗറിയിലുള്ള മൂവീസ് വർക്ക് ആവും. അതായത് മൂവീസ് ലൈക്ക് ഏതൊക്കെയാ, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ഉണ്ട്, ജുറാസിക് സീരീസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അവതാർ എന്നൊക്കെ പറയുമ്പോൾ 4DXന് ഒരുപാട് എലമെൻസ് ഉള്ള പടങ്ങളാണ്. അപ്പം അതുപോലെയാണ് അനാക്കോണ്ട. ബട്ട് അവർ സിനിമ എങ്ങനെ എടുത്തു എന്നുള്ള അതിലൂടെയാണ് നോക്കുന്നത് 4DXന് സെറ്റായില്ലേ എന്ന്. 500 രൂപ കൊടുത്തിട്ടാണ് ഫിലിം കാണുന്നത്. എൻ്റെ പൊന്നെ, ആദ്യത്തെ ഞാൻ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് പടമായിരുന്നു. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്ലി പടം സിനിമയെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് ഞാൻ സ്ക്രീനെക്കുറിച്ച് പറയാം. എങ്ങനെ പോയാലും 500 കൊടുത്ത് വെറുതെ പോയി. ഇപ്പോൾ നോർമൽ സ്ക്രീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ മൾട്ടിപ്ലെക്സിൽ എന്നൊക്കെ പറയുമ്പോൾ 200 to 250 റുപ്പീസ് വരും. നോർമൽ സ്ക്രീനുകളിൽ ഇവിടെ ഞാൻ കണ്ടില്ല അനാക്കോണ്ട. സോ നോർമൽ സ്ക്രീനിൽ കണ്ടാൽ കൂടി സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പടമായിരുന്നു. ഒരു ആദ്യത്തെ ഈ ശരിക്കും പടം 1 മണിക്കൂർ 49 മിനിറ്റാണെന്ന് തോന്നുന്നു, 1:50. ലാസ്റ്റ് 10 മിനിറ്റ്സ് വരെ ഇങ്ങനെ ചത്ത പോലെയാണ് പടം. എനിക്ക് സീരിയസ്ലി ലിറ്ററലി എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു പടം. ഒന്നും പേഴ്സണലി വർക്കായിട്ട് തോന്നിയില്ല. ഇടയ്ക്ക് അനാക്കോണ്ട വരും, തല കാണിക്കും, വാല് കാണിക്കും, ചന്തി കാണിക്കും. സീരിയസ്ലി അങ്ങനെയാണ്. ഇടയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് അനാക്കോണ്ടെ കാണിക്കും ഒരു 5 സെക്കൻഡ്സ്, പിന്നെ പോവും. പിന്നെ ഇട്ട് ഇങ്ങനെ വലിപ്പിച്ച് അവസാനത്തെ 10 മിനിറ്റിൽ സ്ഥിരം മൂവീസ് ഇങ്ങനെയാണല്ലോ. അവസാനം അനാക്കോണ്ടയെ കില്ല് ചെയ്യും. അതിപ്പോൾ ഏത് പടം എടുത്താലും, ജുറാസിക് എടുത്താലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവസാനം വരുന്ന ഡൈനോസറിനെ കില്ല് ചെയ്യുക. ആ ടെംപ്ലേറ്റിന് ഈ പടത്തിലും പോയേക്കുന്നത്. ഇതിവർ കോമിക് വേയിൽ ചെയ്യാനാണ് നോക്കിയേക്കുന്നത്. കാരണം അനാക്കോണ്ട എല്ലാം സീരിയസ് പടമാണല്ലോ. അനാക്കോണ്ട എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നൊസ്റ്റയാണ്. ഈ കൊച്ചു ടി വിയിലും അല്ലെങ്കിൽ സൂര്യ ടി വിയിലും മലയാളം ഡബ്ബ് കണ്ടിട്ടാണ് ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത്. അനാക്കോണ്ട 1 ഉം 2 എന്നൊക്കെ പറഞ്ഞൊരു രസമായിരുന്നു. 3 ഡബ്ഡ് വേർഷൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇംഗ്ലീഷ് കണ്ടതാണോ അനാക്കോണ്ട 3 ഓഫ് സ്പ്രിങ് എന്നാണ് തോന്നുന്നത് പടത്തിൻ്റെ പേര്. ഒരു കച്ചറപ്പടമാണ്, ഒരു മോശം VFX ആണ് പടത്തിൻ്റെ. ഇത് കോമഡി വേയിലാണ് പടം ചെയ്യാൻ നോക്കിയത്. അപ്പം അതിനെ വിമർശിച്ച ആൾക്കാർ വന്നിരുന്നു. എന്തിന് കോമഡി ഫ്രാഞ്ചൈസ് വേണം, ഒരു സീരിയസ് പടത്തെ കോമഡി ആക്കണോ? അപ്രോച്ച് ചെയ്യാൻ പറ്റും, കോമഡി വേയിൽ ചെയ്യാൻ പറ്റും. ബട്ട് അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. എനിക്കതെങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് വർക്കായില്ല പടം. വെറുതെ ഇട്ടിങ്ങനെ കൊണ്ടുപോവുക, വലിപ്പിച്ച് അവസാനത്തെ 10 മിനിറ്റിൽ ഓക്കെ അനാക്കോണ്ടേനെ കില്ല് ചെയ്യാന്നുള്ള തീരുമാനം. അവിടെയാണ് ഈ പടത്തിൽ ഇപ്പം ഞാൻ കൊടുത്ത 4DXന് ഒരു അനക്കം ഉണ്ടായത്. അതുവരെയും ഇങ്ങനെ പോവാ, സീറ്റ് മൂവ്മെൻറ്റ്സ് ഇല്ല പ്രോപ്പറായിട്ട്. അഡ്വഞ്ചർ കാറ്റഗറിയിൽ പെടുന്നൊരു ജോണറിൽ പെടുന്നൊരു ഫിലിം ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ലാസ്റ്റ് 10 മിനിറ്റ്സിലാണ് ഇവർ ജീപ്പ് എടുത്ത് ഓടിക്കുമ്പോൾ അനാക്കോണ്ട വരുന്നതും പിന്നെ അനാക്കോണ്ടനെ കില്ല് ചെയ്യാനുള്ള ലക്ഷ്യത്തിൽ പോകുമ്പോൾ സീറ്റൊക്കെ ഒന്ന് അനങ്ങി തുടങ്ങുന്നത്. ബട്ട് അവതാർ കാണുമ്പോൾ ഇങ്ങനെയല്ല. കാരണം അവതാർ സ്റ്റാർട്ടിങ് ത്രൂ ഔട്ട് ഉണ്ട്, 4DX എലമെൻറ്റ്സ് ഉണ്ടാവും അവതാർ. ഞാൻ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ കണ്ടതും സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകും. ഈ സീറ്റ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും, വിൻഡ് എഫക്റ്റ് ആയാലും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിരുന്നു, എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ് ഈ കൊല്ലം ഇറങ്ങിയത്. എൻ്റെ ഫസ്റ്റ് 4DX എക്സ്പീരിയൻസ് അതായിരുന്നു. ഫൈനൽ ഡെസ്റ്റിനേഷൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്ന മറ്റേ കോയിൻ കാരണം ഉണ്ടാകുന്നൊരു മരണങ്ങളുണ്ടല്ലോ, ഡെത്ത്, വലിയ കെട്ടിടത്തിന് മേലയിൽ. അപ്പോൾ തന്നെ 4DXൻ്റെ എഫക്ട്സുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഇതങ്ങനെയല്ലല്ലോ. ഇത് സീറ്റിൽ ഇടയ്ക്കൊരു വൈബ്രേഷൻ വരും, അതിലെന്തുള്ളത് ഇങ്ങനെ പോവാ. അവസാനത്തെ 10 മിനിറ്റിലാണ് ഒരു അനക്കം ഉണ്ടായത് 4DXൻ്റെ സീറ്റിന്. മീൻസ് അവർ പ്രോപ്പർ ഒരു അറ്റാക്ക് നടന്ന് പടം തീർക്കണമല്ലോ അനാക്കോണ്ടനെ കില്ല് ചെയ്തിട്ട്. അവിടെ മാത്രം ഞാൻ ഈ കൊടുത്ത 500 രൂപ നഷ്ടമല്ലേ. അവസാനത്തെ 10 മിനിറ്റ്സിന് വേണ്ടി 4DX എഫക്റ്റ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറയാനുള്ളത് സിനിമയെക്കുറിച്ചും പറയും. ഇപ്പം ഞാൻ ഒരു നോർമൽ സ്ക്രീനിൽ കണ്ടാലും, നോർമൽ സ്ക്രീനിൽ കാണുന്നതും 4DX കാണുന്നതും ഡിഫറെൻറ്റ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്തായാലും. ബട്ട് സിനിമ എന്താണ് കണ്ടത്, സെയിം തന്നെയാണ്. ഒരു പടമായിപ്പോയി, നഷ്ടം. അപ്പോൾ സിനിമ എനിക്ക് തോന്നി, ഞാൻ ഇപ്പം എൻ്റെ പേഴ്സണൽ ഇതിൽ ഞാൻ പറയുന്നത് OTT കണ്ടാൽ മതി ഈ പടം. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. തിയേറ്ററിൽ കാണുന്നവർക്ക് വർക്കാവും, ഇത് എൻ്റെ അഭിപ്രായമാണ്.
ഓരോ റിവ്യൂവിലും ഞാൻ പറയും എനിക്ക് 6 എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് 9 ആവും, എനിക്ക് 9 എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് 6 ആവും. പെർസ്പെക്റ്റീവിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. പേഴ്സണലി എനിക്ക് പടം വർക്കായില്ല. അത് ഇവർ കോമഡി ആയിട്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു കോമഡി മൂവി ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടല്ല, അത് ട്രൈ ചെയ്യുന്ന നല്ല രീതി ചെയ്യായിരുന്നു, എൻഗേജിങ് ആയിട്ടുള്ള രീതി ചെയ്യായിരുന്നു. പക്ഷെ ഒരു രസം ഉണ്ടായില്ലപ്പാ. കോമഡി ഇടയ്ക്കിടയ്ക്ക് ചിരിക്കാനുള്ള ഉണ്ട്, അല്ലാണ്ട് ത്രൂ ഔട്ട് കോമഡിയും ഇല്ല. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രാഫായ പടത്തിൻ്റെ ഒരു അനക്കില്ലാണ്ട് ഇങ്ങനെ പോവാ. അവസാനം എന്തൊക്കെയോ കാണിച്ച് തീർത്തു. അങ്ങനെയാണല്ലോ തീർക്കേണ്ടത്, ടിപ്പിക്കലാണത്. അനാക്കോണ്ടെ കില്ല് ആ രീതിയിലാണല്ലോ തീർക്കുന്നത്. ബട്ട് സാറ്റിസ്ഫൈഡ് അല്ല സിനിമ എന്ന രീതിയിൽ. ഒരു ആവറേജ് പടം. ഇത് OTT കണ്ടാൽ മതി എന്ന് തോന്നി. ഇപ്പം 4DXന് കൊടുത്ത് 500ഉം ഇതായി. 4DX ഭയങ്കര റേറ്റാണ് ഇവിടുത്തെ. 4DXൻ്റെ കേസ് പറഞ്ഞാൽ ഈ സിനിമക്കുള്ളതും പ്രോപ്പറായിട്ട് ഫീൽ ചെയ്തില്ല. ഇവർക്ക് ക്രിയേറ്റ് ചെയ്യാം, നല്ലോണം ക്രിയേറ്റ് ചെയ്യാം, നല്ല എലമെൻസുകൾ കൊടുക്കായിരുന്നു. പക്ഷെ എൻഗേജിങ് ആയിട്ട് ഇരുത്താനുള്ള സാധനമില്ല പടത്തിൽ. പിന്നെ ഇനി പറയാനുള്ള കൊച്ചി 4DXനെ കുറിച്ച്. പടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് തോന്നിയത്. ഒരു പടം ആയിരുന്നു. അപ്പോൾ എനിക്ക് ഹാല് കാണാനുള്ള മൂഡ് പോയി. പിന്നെ ഞാൻ ആ പടം കാണാൻ കയറിയില്ല. ചിലപ്പോൾ നാളെ നോക്കട്ടെ എങ്ങനെയാണ്. ഈ 4DXനെ കുറിച്ച് പറഞ്ഞ കൊച്ചി 4DXനെ കുറിച്ച്, പടത്തിൻ്റെ ഒക്കെ കുറിച്ച് പറഞ്ഞു. ഇനി 4DXനെ കേസ് പറയാം. പടം ഇൻ്റർവെൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം 4DXൽ പൊതുവെ ഇൻ്റർവെൽ ഉണ്ടാവാറില്ല. എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി മീൻസ് ഈ വ്യൂവേഴ്സിന്, ഈ ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻ പ്രകാരം വെച്ചതാണെന്ന് തോന്നുന്നു. 4DXൽ ഇൻ്റർവെൽ ഉണ്ടാവാറില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് 2022 ഇറങ്ങിയ ദ വേ ഓഫ് വാട്ടർ ഉണ്ടല്ലോ, അവതാർ കാണാൻ ചെന്നിട്ട് പറഞ്ഞു 3 മണിക്കൂർ നമ്മൾ ഇരിക്കേണ്ടി വരും, ഇൻ്റർവെൽ ഉണ്ടാവാറില്ല. ബട്ട് ഈ പടത്തിൽ ഇൻ്റർവെൽ ഉണ്ടായി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബ്രേക്ക് വന്നു. പൊതുവെ വെക്കാറില്ല, ഒരു ഇൻ്റർവെൽ വന്നു. അവതാർ ഫയർ ആൻഡ് ആഷ് പറഞ്ഞാലും 3.25 മണിക്കൂർ ആൾക്കാർ അങ്ങനെ ഇരിക്കും. കാരണം 4DX എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ഒരു AC ഹാളിൽ ഇരിക്കുന്ന പോലെ അല്ല. ഇവിടെ ഫിസിക്കൽ എക്സ്പീരിയൻസുകൾ കൊണ്ട് വിൻഡ് എഫക്റ്റ് വരും. അപ്പോൾ നോർമൽ ACയേക്കാളും അതോടൊപ്പം വിൻഡ് കിട്ടും, സീറ്റ് മൂവ്മെൻറ്റ്സും കൂടി ഉണ്ടാവുമ്പോൾ ലിറ്ററലി ആൾക്കാർക്ക് മുള്ളാൻ മുട്ടും, മൂത്രമൊഴിക്കാൻ മുട്ടും. അതുകൊണ്ടാണ് തോന്നുന്നത് ബ്രേക്ക് വെച്ചത്. കാരണം അവതാർ പോലത്തെ 3.25 മണിക്കൂർ പടം ഈ സീറ്റിൽ ഇങ്ങനെ കുനിഞ്ഞു കാണണ്ടേ. കാരണം അത് ത്രൂ ഔട്ട് എലമെൻസ് ഉണ്ട് 4DXന് വേണ്ടി. പ്ലസ് വിൻഡ് അടിച്ച് കഴിഞ്ഞാൽ ഒരു അവസ്ഥയാവും. അതുകൊണ്ട് വെച്ചതാന്ന് തോന്നുന്നു ബ്രേക്ക്. ആൾക്കാർക്കൊന്ന് വാഷ്റൂമിൽ പോകാനായിട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു. പിന്നീടുണ്ടായ ഒരു 4:50 ഷോ കേട്ടോ. പടം ഞങ്ങൾ സ്ക്രീനിൽ കയറുന്ന 5 മണിക്കാണ്. 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് സ്ക്രീൻ ഓപ്പൺ ചെയ്തത്. പക്ഷേ ആഡ് കുറച്ച് കിട്ടി, അല്ലെങ്കിൽ 20 മിനിറ്റ് ആഡ് കാണേണ്ടി വരും. അതുകൊണ്ട് ആഡ് കുറച്ച് കിട്ടി, 10 മിനിറ്റ് ആഡ് ഉണ്ടായുള്ളൂ ലേറ്റായി കയറിയതുകൊണ്ട്. PVRൻ്റെ ടൈമിംഗ് ഒക്കെ പോകുന്നു, കറക്റ്റ് ആവുന്നില്ല. പിന്നെ ഇവിടുത്തെ 4DXൻ്റെ കേസ് പറഞ്ഞാൽ, ഇവിടെ ഇവർ മിനിമം റേറ്റ് 380 ആണ്, 380 ഇവർ ഇടുന്ന ലോവസ്റ്റ് പ്രൈസ്. ഇതിപ്പോൾ ക്രിസ്മസ് ടൈമൊക്കെ കഴിഞ്ഞുകൊണ്ടാവാം 500 ആയി പണ്ടാറടങ്ങാൻ. 380 പോലും ശരിക്കും പ്രോപ്പർ ഇവിടെ ഇല്ല. ഈ പ്രൈസ് നമ്മൾ കൊടുത്ത് കാണുന്നതിനുള്ള സ്ക്രീൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ 4DXൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സീനോൺ പ്രൊജക്ടറാണ്, 2K സീനോൺ പ്രൊജക്ടറാണ്. ഞാൻ പാനാക്കോണ്ടയിൽ ചില സീക്വൻസ് ഉണ്ട്, നൈറ്റ് സീൻസ് ഒക്കെ ഉണ്ട്. നമ്മളിത് ഈ 2K പ്രൊജക്ടറിൽ കാണുമ്പോൾ, 2K ലേസർ പ്രൊജക്ടർ ആണെങ്കിൽ പോട്ടെ, ഈ സീനോൺ പ്രൊജക്ടറിൽ കാണുമ്പോൾ നൈറ്റ് സീക്വൻസ് ഒക്കെ വരുമ്പോൾ ക്ലിയർ ആവില്ല, നമുക്ക് കാണാൻ പറ്റില്ല എന്ത് തേങ്ങ സ്ക്രീനിൽ നടക്കുന്നതെന്ന്. ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇവർ 4DX എന്ന് പറയാം അന്നോട്ടുള്ള സീനോൺ പ്രൊജക്ടറാട്ടോ. പിന്നെ ഡോൾബി 7.1 ആണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. അപ്ഗ്രേഡ് ചെയ്യാൻ ഇവർക്ക്. എനിക്ക് അവതാറിനൊക്കെ 700-800 വാങ്ങുന്നത്. അനാക്കോണ്ടയ്ക്ക് ഇട്ടത് റേറ്റ് എന്ന് പറഞ്ഞാൽ 400 to 500 ആണ് ഇവരിടുന്നത്. ഇവിടെ അനാക്കോണ്ടയ്ക്ക് അവതാറിന് ഇടുന്നത് 700-800 രൂപയാണ്. ഇത്രയും കൊടുത്ത് കാണാനുള്ള ഇല്ല 4DX. ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രീൻ സൈസ് ചെറുതാണ്. അത് ട്രിവാൻഡ്രം 4DX ആയാലും കൊച്ചി 4DX ആയാലും. ട്രിവാൻഡ്രം 4DX ഞാൻ പോയിട്ടില്ല, ഞാൻ കണ്ട 4 4DX പടവും കൊച്ചിയിലായിരുന്നു. ബട്ട് ട്രിവാൻഡ്രം 4DX ഏകദേശം സ്ക്രീൻ സൈസ് സെയിം. എൻ്റെ ഫ്രണ്ട് കണ്ട അവൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു, കുറച്ച് ഇമേജസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവതാർ പോലത്തെ വിഷ്വലി മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഫിലിം കാണുമ്പോൾ ചെറിയ സ്ക്രീനിൽ കണ്ട വിഷ്വൽ ചുരുങ്ങും. ബട്ട് ഫിസിക്കൽ എക്സ്പീരിയൻസ് വൈസ് നമുക്ക് കിട്ടും. ഇപ്പോൾ പിള്ളേരെ കൊണ്ടൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ 4DXലൊക്കെ അവതാർ ട്രൈ ചെയ്യാം. ബട്ട് ഇത്രയും പ്രൈസ് കൊടുത്ത് കാണുമ്പോൾ ഞാൻ പറയുന്നത്, ഈ 2K സീനോൺ പ്രൊജക്ടർ യൂസ് ചെയ്യുന്നതിൽ ഇത്രയും പ്രൈസ് കൊടുത്ത് കാണുന്നതിന് നഷ്ടമാണ്. കാരണം ഓൾറെഡി ഇതൊരു പ്രീമിയം ഫോർമാറ്റുള്ള സ്ക്രീനാണ്. പ്രീമിയം ആയിട്ടുള്ള സ്ക്രീനുകളാണ് ഈ പറയുന്നത് IMAXും 4DX, MX4D, സ്ക്രീൻ എക്സ് എന്നൊക്കെ പറയുന്നത്. സ്ക്രീൻ എക്സും ഐസ് തിയേറ്ററൊന്നും ഇവിടെ ഇല്ല, ഇപ്പം കേരളത്തിലില്ല. വന്നാൽ മതി, വരുമായിരിക്കും. ഈ പ്രീമിയം ഫോർമാറ്റിൽ ഇത്ര എമൗണ്ട് കൊടുത്ത് കാണുമ്പോൾ ഒരു സിനിമ എന്ന രീതിയിൽ നമുക്കൊരു ബെസ്റ്റ് കിട്ടണ്ടേ. ഇപ്പം എനിക്കെന്നൊക്കെ പറയുമ്പോൾ 4DXൽ 4K ലേസർ പ്രൊജക്ടർ വന്ന സെറ്റാണ്. 4K ലേസറും ഈ ഡോൾബി 7.1 ഒക്കെ ഒരു മറ്റേ അറ്റ്മോസ് ഇട്ട് കഴിഞ്ഞാൽ പൊളിക്കും. കാരണം അറ്റ്മോസ് DCP ഉള്ള പടങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4K DCP ഉള്ള പടങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് കാണണമെങ്കിൽ 2K സീനോൺ പ്രൊജക്ടർ ഉണ്ടായിട്ട് കാര്യമില്ല.
ഒരു 4K ലേസർ പ്രൊജക്ടറും ഒരു അറ്റ്മോസ് സിസ്റ്റം ഈ 4DX തിയേറ്ററിൽ ഉണ്ടായ ഈ പറയുന്ന 500 രൂപ കൊടുത്ത് ഞാൻ കാണുന്നതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാം. സ്ക്രീൻ സൈസ് ഇവിടുത്തെ 4DX സ്ക്രീനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഓഡിറ്റോറിയം ചെറുതാണ്. അപ്പോൾ സ്ക്രീൻ സൈസ് അത്ര ഉണ്ടാവുള്ളൂ. ബട്ട് അതിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും മാക്സിമം. ഈ 2K സീനോണിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഷോക്കായിരിക്കും. ഞാൻ ഇപ്പോൾ പ്രിഡേറ്റർ ബാറ്റ്ലൈൻസ് എന്ന് പറഞ്ഞ പടം റീസെൻ്റ്ലി ഇറങ്ങി. പ്രിഡേറ്റർ ബാറ്റ്ലൈൻസ് അത് ഈ 4DX കണ്ടു കഴിഞ്ഞാൽ 2K സീനോൺ പ്രൊജക്ടർ അല്ലേ. ഒന്നാമത്തെ 3D പടം ആയതുകൊണ്ട് നമുക്ക് കണ്ണട വയ്ക്കുമ്പോൾ ചെറുതായിട്ട് ബ്രൈറ്റ്നസ് അങ്ങ് ചുരുങ്ങും. പിന്നെ പ്രിഡേറ്റർ ബാറ്റ്ലൈൻസ് എന്നൊക്കെ പറഞ്ഞാൽ നൈറ്റ് സീക്വൻസ് കുറേ ഉള്ള ഫിലിമാണ്. തീർന്നു ഈ 2K സീനോണിൽ കണ്ടു കഴിഞ്ഞാൽ. ഞാൻ പ്രിഡേറ്റർ ബാറ്റ്ലൈൻസ് തിയേറ്ററിൽ കണ്ടതാണ്. ഞാൻ ഇവിടെ പോണ്ടിച്ചേരിയിൽ PVR കണ്ടതാണ്. അവിടെ യൂസ് ചെയ്യുന്നത് സീനോൺ പ്രൊജക്ടറാണ്. ഈ 2K സീനോണാണ്. നൈറ്റ് സീൻസ് വന്നപ്പോൾ ഒന്നും വിസിബിൾ ആയിരുന്നില്ല പ്രോപ്പറായിട്ട്. അതാ പറയുന്ന ഒരു ലേസർ പ്രൊജക്ടർ വേണം. പിന്നെ 4DXും കൂടി ആകുമ്പോൾ ഇത്രയും പ്രൈസ് കൊടുത്ത് കാണുമ്പോൾ 500ഓളം പ്രൈസ് കൊടുത്ത് കാണുമ്പോൾ നല്ലൊരു പ്രൊജക്ടർ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ടർ ഇല്ലെങ്കിൽ നഷ്ടമല്ലേ. അതാണ് എനിക്ക് ഇവിടുത്തെ 4DXനെ കുറിച്ച് തോന്നിയത്. അപ്ഗ്രേഡ് ചെയ്യാ, കൊടുക്കുന്ന പൈസക്ക് എന്തെങ്കിലും ഉണ്ടാവണ്ടേ. സ്ക്രീൻ അപ്ഗ്രേഡ് ചെയ്യണം. 4K ലേസറിലോട്ടും ഈ കിടക്കുന്ന 7.1 ഒക്കെ അപ്ഗ്രേഡ് ചെയ്ത് സെറ്റാക്ക്. അതാണ് എനിക്ക് തോന്നിയൊരു ഒപ്പീനിയൻ സ്ക്രീനെ കുറിച്ച്. പടം എനിക്കിങ്ങനെയാണ് തോന്നിയത്. പടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. വൈകിപ്പോയി, അനക്കൊണ്ട കാണാൻ വൈകിപ്പോയി. കാരണം 25th ഫിലിം ഇറങ്ങിയെങ്കിലും 25th ഞാൻ അവതാർ കാണാൻ പോയതുകൊണ്ട് സർവമായ ടൈം കിട്ടിയില്ല. പിന്നീട് നാട്ടിൽ പോകണം. നാട്ടിലങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളുമായിരുന്നു. അവിടെ പള്ളിപ്പെരുന്നാൾ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഫ്രീ ആയിട്ട് പടം കാണാൻ പോയത്. പിന്നെ ഹാല് കാണാനുള്ള മൂഡ് പോയി. മേ ബി അറിയില്ല, ഹാല് ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ ഈ കൊല്ലം ഈ പടത്തിലൂടെ അവസാനിപ്പിക്കും. ഇതായിരുന്നു എനിക്ക് പടത്തെക്കുറിച്ചും കണ്ട സ്ക്രീനെക്കുറിച്ചും പറയാനുള്ളത്. നഷ്ടമായിരുന്നു മൊത്തം. അങ്ങനെ